വിശുദ്ധ അഗസ്റ്റിൻ്റെ തിരുനാളിൻ്റെ ഒരുക്കമായ നൊവേനയുടെ 3-ാം ദിവസം. വിശുദ്ധ അഗസ്റ്റിൻ്റെ ഏറ്റുപറച്ചിൽ എന്ന പുസ്തകത്തിൻ്റെ അമ്മയുടെ ഉത്കണ്ഠ എന്ന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. അഗസ്റ്റിൻ എന്ന മഹാവിശുദ്ധനെ രൂപപ്പെടുത്തുവാനും നിത്യസൗന്ദര്യമായ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും വേണ്ടി തൻ്റെ മകൻ്റെ കാവൽ വിളക്കായി തീർന്ന ഒരു വലിയ വിശുദ്ധിയാണ് മോണിക്ക പുണ്യവതി. കൂടെയുള്ളവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പ്രകാശം തെളിക്കാൻ സാധിച്ച അമ്മയായ പുണ്യവതി. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയുള്ളൊരു വാക്ക് ഈ അമ്മയെക്കുറിച്ച് ഈ മകൻ കുറിക്കുന്നുണ്ട്. എനിക്ക് ശരീരം കൊണ്ട് മാത്രം ജന്മം നൽകാതെ നിത്യതയിലേക്ക് കൂടി ജീവിക്കുവാൻ വേണ്ടി എൻ്റെ പിന്നാലെ കണ്ണീരോടുകൂടി യാത്ര ചെയ്തവളാണ് എൻ്റെ അമ്മ. അഗസ്റ്റിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മോണിക്ക പുണ്യവതിയെക്കുറിച്ച് കൂടി ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രമാത്രം ഈ അമ്മ മകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടാണ്: സ്വന്തം മക്കളുടെ മൃതശരീരത്തിൽ മാതാക്കൾ ചൊരിയുന്നതിനേക്കാൾ വളരെയധികം കണ്ണുനീർ എൻ്റെ അമ്മ എന്നെ ഓർത്ത് പൊഴിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ മോണിക്ക പുണ്യവതിയുടെ പ്രാർത്ഥന കണ്ട് ഒരു വൈദികൻ ആ അമ്മയോട് പറയുന്നുണ്ട്: ഈ കണ്ണുനീരിൻ്റെ പുത്രൻ ഒരിക്കലും നശിച്ചു പോകുകയില്ല. എല്ലാ അമ്മമാർക്കും മോണിക്ക പുണ്യവതി വലിയൊരു മാതൃകയാണ്. സ്വന്തം മകൻ വഴിതെറ്റിയ ജീവിതമാണ് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ആ അമ്മ തൻ്റെ മകൻ പോകുന്ന ഇടങ്ങളിലെല്ലാം മകൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് നേർവഴിയുടെ പാത കാണിച്ചു കൊടുക്കുവാൻ ശ്രമിക്കുകയാണ്. ഇന്നത്തെ ഈ ലോകത്ത് ലഹരിയുടെയും അശ്ലീല പ്രവർത്തനങ്ങളുടെയും ആകർഷണങ്ങളിൽ വീണുപോകുന്ന നമ്മുടെ യുവതിയുവാക്കളെ ദൈവത്തിലേക്ക് എങ്ങനെ അടുപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ പാഠമാണ് മോണിക്കയുടെ ജീവിതം നമുക്ക് തുറന്ന് കാണിച്ചു തരുന്നത്. ദൈവസന്നിധിയിൽ കണ്ണീരോടുള്ള പ്രാർത്ഥനയും പ്രവർത്തനവുമായിരുന്നു തൻ്റെ മകനെ ദൈവത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഊന്നുവടിയായി വിശുദ്ധ സ്വീകരിച്ചത്. ഒരു യഥാർത്ഥ ഭാര്യയുടെയും അമ്മയുടെയും സ്നേഹം അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. ദൈവം തൻ്റെ കുടുംബത്തിൽ തനിക്കേൽപ്പിച്ച ഒരാളെ പോലും ഇരുട്ടിൻ്റെ മറവിലേക്ക് പോകുവാൻ വിശുദ്ധ മോണിക്ക അനുവദിച്ചിരുന്നില്ല. കുടുംബത്തിലുള്ള എല്ലാവരുടെയും വിശദീകരണത്തിന് വേണ്ടി വിശുദ്ധ മോണിക്ക പ്രാർത്ഥനയും സ്വയം പ്രായശ്ചിത്തവും വഴി എല്ലാവരെയും ദൈവിക പ്രകാശത്തിലേക്ക് അടുപ്പിക്കുവാൻ അവൾക്ക് സാധിച്ചു. അതിനാൽ തന്നെ അഗസ്റ്റിൻ എന്ന മഹാവിശുദ്ധനെ രൂപപ്പെടുത്തുവാൻ ഈ അമ്മ ഒഴുക്കിയ കണ്ണുനീർ കണങ്ങൾ നമുക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് എല്ലാ അമ്മമാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാപന പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ അഗസ്തീനോസിനെ തിരുസഭയുടെ സംരക്ഷകനായി നൽകിയ അങ്ങേ കാരുണ്യത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് തിരുസഭയ്ക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന ദരിദ്രരുടെയും ആലംബഹീനരുടെയും ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് യാതൊരു ഉപാധികളും കൂടാതെ തികഞ്ഞ എളിമയോടുകൂടെ അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് വിശുദ്ധ അഗസ്തീനോസിന്റെ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.